ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പെരുന്നാളൊക്കെ എടുക്കാനായില്ലേ. നാളെ പെരുന്നാളാണോ നോമ്പാണോ എന്നുള്ള ഒരു ഇതിലാണല്ലേ നമ്മളെല്ലാവർക്കും ഉള്ള പ്രാർത്ഥന നോമ്പാവണേ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് പെരുന്നാളായിട്ട് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ. ഇത് കുഞ്ഞോളതാണ് കേട്ടോ കാപ്പയ്ക്ക്. അപ്പോൾ അതും കൂടെ അടിച്ച് കഴിഞ്ഞാൽ പണി തീർന്നു കേട്ടോ. അപ്പം ഇന്ന് ഇതുമ്പോൾ അങ്ങോട്ട് ഇരിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ പുള്ളിയൊക്കെ കഴിച്ചങ്ങാണ്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് ഫസ്റ്റത്തെ പണിയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ ഒരു സംഭവങ്ങൾ സെറ്റാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ എന്തെന്ന് അടുക്കളയിൽ കയറുള്ളൂ. ഞാനിതൊക്കെ അടിക്കട്ടെ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവാം. എന്നാൽ നമ്മൾ നോമ്പ് തുറക്കായിട്ട് സ്പെഷ്യൽ എന്ന് പറയാൻ എന്താ ഇപ്പോൾ പത്തിരി നമുക്ക് ഓൾറെഡി കുറച്ചുണ്ട്, കുറച്ച് തോന്നുന്നുണ്ട്. പിന്നെ എന്നുള്ളത് നമുക്ക് ഇത് അപ്പം ചുടണം കേട്ടോ. അപ്പം ചുടാനൊക്കെ കരുതിയിട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പം ഞാൻ ആദ്യം ഇതൊക്കെ അടിച്ച് കഴിയട്ടെ കേട്ടോ. ഇതടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വലിയൊരു എൻ്റെ ചുരിദാറൊക്കെ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പം അങ്ങനെ ഓല ചുരിദാറും അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. എൻ്റെ വീട്ടിലുള്ള അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മെയിൻ ഒരു ഫാഷൻ ഡിസൈനറാണെന്ന് വെച്ചാൽ അല്ല. ചുരിദാർ അങ്ങനെ ഫ്രോക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് അടിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ചുരിദാർ ഇത് ഏകദേശം ഒരു രൂപം പഠിച്ചു വെച്ചിട്ടോ. കാരണം ഇനി നമുക്ക് അടുക്കളയിൽ കയറാനായി. ഇനി നമുക്ക് ഇതുമ്പോൾ പണിയെന്ന് പറഞ്ഞാൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക, സ്ലിറ്റ് അടിക്കുക, പിന്നെ കൈയൊന്ന് മൂട്ടി ഷേപ്പ് ചെയ്യുക കേട്ടോ. അത്രയും പണിയുള്ളൂ. പിന്നെ അതിൻ്റെ പാൻറ്റാണ് അടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇനി ഏതായാലും അടുക്കളയ്ക്ക് പോട്ടെ കേട്ടോ. ഇനി അവിടെയാണ് നമ്മളെ പണി. കാണാനത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടത്. ക്രൈപ്പിൽ വരുന്നൊരു മെറ്റീരിയലാണ്. നമ്മളിതിന് ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ലൈനിങ് ഒന്നും കൊടുക്കാതെയാണ് അടിക്കുന്നത്. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോട്ടെ. അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ ജ്യൂസ് ഇതാണ് കേട്ടോ. നൊങ്ക് വെച്ചിട്ടാണ് നമ്മളിന്ന് ജ്യൂസ് അടിക്കണത് കേട്ടോ. ഞാനിതിൻ്റെ ഈ പുറംതൊലിയൊക്കെ കളഞ്ഞ് മിക്സിക്ക് ഇടട്ടെ കേട്ടോ. ഇത് നമ്മൾ ജാറിലാക്കി വെച്ച് കുഞ്ഞിത് പഞ്ചസാരയും ചേർത്തിട്ട് അടിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിട്ടോ അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ചതാ ഫ്രീസർ കയറ്റിട്ടോ. പിന്നെ ഇതവിടെ തണുക്കട്ടെ. കുറച്ച് നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉപ്പാക്കുള്ളതാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കും തണുപ്പ് വിടാനിപ്പോൾ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി. ഇതട്ടോ ചിക്കൻ കറി വെക്കാനുള്ളതും ഇവിടെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിതാ ഈ അപ്പം കേട്ടോ. അപ്പത്തിനുള്ളതും അരിയൊക്കെ അരച്ച് അവിടെ സെറ്റാക്കി ആദ്യം അടുപ്പത്തെ വെണ്ണൂറൊന്ന് കോർക്കും കേട്ടോ. ഇന്ന് നമുക്ക് തരിയുണ്ട് കേട്ടോ. നമ്മൾ തരി വെച്ചാണ് ചിക്കൻ കറി ഇവിടെ ആയിട്ടോ. അപ്പം അതാ അവിടെ ചുടുന്നുണ്ട്. ഷാനയാണ് അപ്പം ചുടണ, ഞാൻ തരി അയച്ചുക, ചിക്കൻ കറി വെക്കുക, അങ്ങനെ പണികൾ ഞാൻ കൊടുക്കട്ടെ കേട്ടോ. മിന്നും മേമിയും അവിടെ പൂമൂത്തുണ്ട് ഇരിക്കും. അവനെ ഇവിടുന്ന് മാറ്റി, കുക്കറടിച്ച പേടിയായതുകൊണ്ട് അവനെ ഇവിടുന്ന് മാറ്റി ഞങ്ങൾ. അവിടെ ഇരുന്ന തേങ്ങ വറുക്കൽ കഴിഞ്ഞു. ഇനി നമുക്കിതാ മാങ്ങ ഉണ്ട് കേട്ടോ. മാങ്ങ കട്ട് ചെയ്യണം. അടുത്തത് നമ്മളിതാ ഇന്ന് 2 വെള്ളമാണ് കേട്ടോ. വത്തക്ക വെള്ളമാണ് ഉണ്ടാക്കുന്നത്. ഹബ്ബത്തക്ക സിർബത്തല്ല കേട്ടോ, വത്തക്ക വെള്ളം. ഓക്കെ, സർബത്ത് നമുക്ക് പിന്നെ ഒരു ദിവസം നോമ്പ് കഴിഞ്ഞിട്ടായാലും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ പാലിട്ടിങ്ങാണ്ട് 2 വെള്ളം വേണ്ട എന്നുള്ളതൊക്കെയാണ്. നമ്മളിങ്ങനെ കുത്തിയിട്ടിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കുക. ഓക്കെ, ഉപ്പേരി നമ്മൾ നോമ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഞ്ഞിക്കൂടി വേണമല്ലോ. അപ്പോൾ ഉപ്പേരി കയ്പൊക്കെ കേട്ടോ. ഞാനിതിങ്ങനെ വാട്ടി വെക്കലാണ് കേട്ടോ. അല്ലാതെ വെള്ളത്തിൽ വേവിച്ചിട്ട് തൂമിക്കലില്ല. ഞാൻ അങ്ങനെ ഓൾറെഡി തൂമിച്ച പിന്നെ അതിങ്ങനെ വാട്ടി വെക്കുകയാണ് ചെയ്യുക. ഇതാ അവിടെ ഉപ്പേരിയായി കേട്ടോ. മാങ്ങ ഇനി ഇത് കട്ട് ചെയ്യണം. ഇനി എന്താ പത്തിരി ഉണ്ട് അല്ലേ ചൂടാക്കാൻ.
അപ്പം അതാ ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ടോ ഞങ്ങൾ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല ഗൈസ്. ഇതാ ഊ ഊ ഊ ഊ ഊ ഊ ഊ ഊ ഊ ഇല്ലേ ഞാൻ പകുതിയായിരുന്നു. ഊ ഊ ഊ ഞാൻ പറയുമ്പോൾ അതിനനുസരിച്ച് ഓരും പറയട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾക്ക് കറി വെക്കാനുണ്ട് സംഭവങ്ങൾ. പെരുന്നാളാ നോമ്പാന്നറിയില്ല കേട്ടോ. നോമ്പാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഉപ്പേരിയൊക്കെ കഴിക്കണു. ചോറായിട്ടില്ല, ചോറാവണുള്ളൂ ഗൈസ്. ചോറ് തട്ട അടുപ്പത്തായി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ ആക്കണം. ഞങ്ങളെ കുട്ടമ്മൻ്റെ മുട്ട അടിച്ചാനും പറ്റിയിട്ടില്ല ഞങ്ങൾക്കില്ലേ കുട്ടമ്മനിയെ പെരുന്നാളായിട്ട് അല്ലേ. മുട്ട അയച്ചാനും പറ്റിയിട്ടില്ല. മുട്ട ഒന്ന് അയച്ചണമെന്ന് കരുതിക്കണം. പറ്റിയാണ് ഞങ്ങൾ മുട്ട അയച്ചെന്ന് അല്ലേ ഇല്ലേ. ക്ലാസ് കൊണ്ട് അപ്പം അങ്ങനെ മിന്നൂറ്റിയുടെ ക്ലാസ്സും സംഭവങ്ങളൊക്കെ നിരത്തി വെക്കണം കേട്ടോ. ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ ജ്യൂസൊക്കെ എടുത്ത് വെക്കാൻ. അതാണ് ഓൻ കുടിച്ചു കഴിഞ്ഞത്. പത്തക്ക വെള്ളം, മാങ്ങ, മുന്തിരി, സമൂസ ഒന്നും നമ്മൾ ഉണ്ടാക്കിക്കല്ല കേട്ടോ, മേടിച്ചിക്കാണ്. എല്ലാ ഞാൻ കട്ടാക്കത് ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഇതാ വത്തക്ക തരി, തണുപ്പില്ലാത്ത വെള്ളങ്ങൾ കേട്ടോ. ജ്യൂസ് ഇപ്പം നോമ്പ് തുറക്കുകയാണ് കേട്ടോ. ഓൻ്റെ നോമ്പ് തുടങ്ങി. എന്താണ് നോമ്പ് തുറന്നിട്ടാ ഹലോ കൊടുത്തു. അങ്ങനെ ഈ വർഷത്തെ റമദാൻ ഇവിടെ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ നാളെയും കൂടെ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അപ്പം എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ എന്താ പറയുക, നമുക്ക് അടുത്ത ദിവസം നമ്മൾ പെരുന്നാൾ വ്ലോഗ് ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.